ഒരു മാസത്തോളം നീണ്ട അവധിക്ക് ശേഷം യുഎയിലെ സ്കൂളുകൾ തുറന്നു. 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം സ്കൂളുകളിൽ എത്തിയത്. നിരവധി മാറ്റങ്ങളോടെയാണ് രാജ്യത്ത് പുതിയ വർഷത്തെ അധ്യയനം തുടങ്ങിയത്. വെള്ളിയാഴ്ചകളിലെ സമയമാറ്റം, ഏകീകൃത സ്കൂൾ കലണ്ടർ തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയാണ് 2026 അധ്യയനം സ്കൂളുകളിൽ ആരംഭിച്ചത്. പള്ളികളിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയം ഉച്ചയ്ക്ക് 12:45 ഏകീകരിച്ചതിനാൽ രാവിലെ 11:30 സ്കൂളുകളിലെ പഠനം അവസാനിപ്പിക്കും വിധത്തിലാണ് ക്രമീകരണം. സർക്കാർ സിലബസ് തുടരുന്ന സ്വകാര്യ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെയും ഏകീകൃത കലണ്ടറാണ് പുതിയ വർഷത്തെ മറ്റൊരു പ്രത്യേകത. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം 3 ടേം രീതി, 2 ടേമുകൾക്കിടയിലെ അവധി ദിവസങ്ങൾ തുടങ്ങിയവയെല്ലാം ഏകീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം CBSE സിലബസ് തുടരുന്ന ഇന്ത്യൻ സ്കൂളുകൾക്ക് നിലവിലെ രീതി തുടരാനും പുതിയ സംവിധാനത്തിലേക്ക് മാറാനും അവസരം നൽകിയിട്ടുണ്ട്. ക്രിസ്മസ് അവധി, പുതുവർഷാവധി എന്നിവയെല്ലാം കഴിഞ്ഞ് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത്. സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വിവിധയിടങ്ങളിൽ പോലീസ് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.